കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് വിദഗ്ധരെക്കാൾ പരിചയസമ്പന്നരായ നാട്ടുകാരുടെ അഭിപ്രായം മാനിക്കാതെയുള്ള നിർമ്മാണം മൂലമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. അപകടമുണ്ടായ കൂരിയാടും തലപ്പാറ വലിയ പറമ്പിലും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. അപകട സ്ഥലത്ത് എത്തിയത്. അപകടമുണ്ടായ കൂരിയാടും തലപ്പാറ വലിയ പറമ്പിലും അദ്ദേഹം സന്ദർശിച്ചു. പ്രദേശത്ത് പാലമാണ് അനുയോജ്യമെന്ന് നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും പറഞ്ഞതാണ്. നിരവധി യോഗങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് വിദഗ്ധരെക്കാൾ പരിചയസമ്പന്നരായ നാട്ടുകാരുടെ അഭിപ്രായം മാനിക്കാതെയുള്ള നിർമ്മാണം മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദഗ്ധ സമിതിയേക്കാൾ വൈദഗ്ധ്യമുള്ള പരിചയസമ്പന്നരാണ് പ്രദേശത്തുകാർ. അവരുടെ അഭിപ്രായവും മാനിക്കേണ്ടതുണ്ട്. കൂരിയാട് ദേശീയപാത തകർന്നു വീണ ഉടനെ തന്നെ കേന്ദ്രമന്ത്രി ഗഡ്കരിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ആശങ്ക അറിയിച്ചു. വിഷയങ്ങളെല്ലാം ഗൗരവത്തോടെ കേട്ടു മനസ്സിലാക്കിയ ശേഷമാണ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചതും വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചതും. സംഭവത്തെ ഗൗരവത്തോടെയാണ് കേന്ദ്രമന്ത്രി കണ്ടിട്ടുള്ളതെന്നും കുറ്റക്കാരായ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കട്ടെ എന്നും ഇ.ടി. പറഞ്ഞു. നിർമ്മാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ നിർമ്മാണം കഴിഞ്ഞത് എങ്ങനെ ഒഴിഞ്ഞു വീണു, ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു, കരാറുകാരൻ ആരായിരുന്നു, എന്താണ്, എല്ലാ വിവരവും കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാനും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം എന്ത് ചോദിച്ചാൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അത് വളരെ നല്ലൊരു സമീപനമാണ് അദ്ദേഹത്തിന്. കാരണം വെച്ചാൽ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് സംഭവം എന്തെങ്കിലും പറഞ്ഞ് ഒഴിയല്ല ചെയ്തത്. കരാറുകാരുടെ പേരിൽ നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരെല്ലാം അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ, പ്രോജക്റ്റ് ഓഫീസർ എന്ത് ചെയ്യുക, എല്ലാം ചോദിച്ച് അപ്പം തന്നെ അദ്ദേഹം അതിന് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുത്തു. എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുമെന്നോട് പറഞ്ഞു. എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ വന്ന് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ നല്ല പ്രത്യേകിച്ച് IIT-ൻ്റെ ആളുകളാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവരറിയുന്ന ആളുകൾ, സബ്ജക്റ്റ് വളരെ അറിയുന്ന ആളുകൾ. അപ്പോൾ ആ കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ നിങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയപ്പോൾ എന്നാൽ നമുക്ക് അതിൽ ഇവരെ റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കുമ്പോൾ ഇനി എന്തെല്ലാം സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം. നമ്മൾ സാങ്കേതിക വിദഗ്ധന്മാരല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള വേദി ഒരുക്കുകയാണ്. ഓരോ സമയം കൃത്യമായി എൻ്റെ പിന്നാലെ MP എന്നുള്ള നിലയിൽ ഞാനുണ്ട്. ഓരോ സമയത്തും മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതിവിടെ മാത്രമല്ല വേറും ചില സ്ഥലങ്ങളിൽ കണ്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അതിന് ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ കുറ്റമറ്റതാകുന്ന വിധത്തിൽ എന്താ ചെയ്യാമെന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തു. മന്ത്രിയെ പലവട്ടം വേണമെങ്കിൽ ഇനിയും കണ്ട് കാര്യങ്ങൾ നീക്കാം. ഇവിടെ ഒരു വയഡക്റ്റ് മോഡൽ പാലം വേണമെന്നായിരുന്നു നാട്ടുകാർ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ എന്താ നോക്കട്ടെ, ഞാൻ ശ്രീ വെങ്കിട്ടരാമൻ ഇന്നും ട്രൈ ചെയ്തു. ഞാൻ നോക്കുന്നുണ്ട്. കിട്ടിയാൽ ഉടനെ ഞാൻ നിങ്ങളെ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം. പിന്നെ ടെക്നിക്കലായിട്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം കാണട്ടെ. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സാങ്കേതിക വിദഗ്ധന്മാരല്ല, പക്ഷേ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ അത് നിങ്ങളോട് ചോദിച്ചിട്ട് ആ അഭിപ്രായങ്ങൾ യഥാസമയം അവരെ എത്തിക്കാനും അവരെ ശ്രദ്ധ കൊണ്ടുവരാനും എന്തെങ്കിലും തിരുത്തൽ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ നാടന്മാരായിട്ടുള്ള ആളുകൾ, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ, മഴ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയുന്ന ആളുകൾ നിങ്ങളെ അറിവ് വെച്ചിട്ട് ഇന്ന മാതിരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവഗണിച്ചു. ആ ഒരു ഒപ്പീനിയൻ കൂടി കേൾക്കേണ്ടായിരുന്നു. നാടന്മാരായിട്ട് ആളുകൾക്ക് ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോഴാണല്ലോ സംഭവം. മഴ പെയ്യുമ്പോൾ എത്തുന്നതിൻ്റെ സംഗതിയിൽ എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ഈ നാടിനെ പറ്റിയും വെള്ളം കെട്ടിനെ പറ്റിയും അവർക്ക് അറിയുന്ന ജനങ്ങൾ അവർ വലിയ സാങ്കേതിക വിദഗ്ധന്മാരല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ പോയതിൻ്റെ സംഗതികളുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം, ഇനിയിപ്പോൾ അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ പോരായ്മ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടി ഒപ്പീനിയൻ എടുത്ത് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഞങ്ങളിൽ കൂടിയാലോചന നടത്തിയായിരുന്നു, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ മെറിറ്റിൽ വെച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇഷ്യൂവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ്. പിന്നെ അതിനുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി അത് കുത്തിപ്പൊക്കി അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളെ ഉദ്ദേശം വെച്ചാൽ ഞാൻ ആ മിനിറ്റിൽ ആക്ട് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. അപ്പോൾ അത് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് അത് അവരുമായിട്ട് സംസാരിച്ചിട്ട്
വേഗത്തിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിയുന്നതും രാഷ്ട്രീയം ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഇത് നമ്മുടെ ഒരു വലിയ സംഗതിയാണ്. സംഗതി പരമാവധി അത് ഇത്തരം സംഗതികളിൽ അത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുക. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.